പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ യൂണിക് കൊക്കാനശ്ശേരിയുടെ നേതൃത്വത്തിൽ 40 കലാകാരന്മാർ ചെണ്ടമേളം അരങ്ങേറ്റത്തിനായി അക്ഷീണ പ്രയത്നത്തിലാണ്. പരിശീലന സ്ഥലത്ത് അപ്രതീക്ഷിതമായി കവി PK ഗോപി എത്തിയത് ആവേശം ഇരട്ടിയാക്കി. മാസങ്ങളായി പയ്യന്നൂർ കൊക്കാനശ്ശേരിയിൽ ചെണ്ടമേള പരിശീലനം നടക്കുന്നുണ്ട്. 6 വയസ്സുകാരി അടക്കമുണ്ട് ചെണ്ടമേളം പരിശീലിക്കുന്ന 40 അംഗ സംഘത്തിൽ. പരിശീലനം നൽകുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ശിഷ്യനായ പയ്യന്നൂർ സുധി. യാദൃശ്ചികമായി കവി PK ഗോപി പരിശീലന സ്ഥലത്തെത്തിയതോടെ ആവേശം ഇരട്ടിയായി. കലാപം ഉള്ളിടത്ത് കല അവതരിക്കേണ്ടത് ഈ രീതിയിലാണ്. എന്താണ് ജീവിതത്തിന്റെ ഋതം? ഋതം എന്നത് ഇംഗ്ലീഷാണെന്ന് എല്ലാവർക്കും അറിയാം, അതിന്റെ സ്പെല്ലിംഗ് നമുക്ക് പറയാൻ അറിയാം. എന്നാൽ ഋതം ആണ്. ഋതം സംസ്കൃതമാണെന്ന് നമുക്കറിയാം. ഋതം എന്നാൽ താളം എന്ന അർത്ഥമുള്ളൂ. താളം എന്നാൽ ഫിലോസഫി എന്നാണ് അർത്ഥം. തത്വജ്ഞാനത്തിന്റെ 5ാമത്തെ അർത്ഥമാണ് താളം എന്ന് പറയുന്നത്. അത് ഫിലോസഫിയാണ്. തത്വമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ നാം ആപത്തിലെടുത്ത് ചാടും. അതുകൊണ്ടാണ് ധനശാസ്ത്രം എന്ന് പേരിടാതെ ധനതത്വശാസ്ത്രം എന്ന് പേരിട്ടത്. പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ കൂടി സഹകരണത്തോടെയാണ് പരിപാടി. മെയ് 11 നടക്കുന്ന യൂണിക് കൊക്കാനശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേള അരങ്ങേറ്റം നടക്കും. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇവിടെ ചെണ്ടമേളം അരങ്ങേറ്റം. 40ഓളം കുട്ടികളും അതുപോലെ മുതിർന്നവരും അടക്കമുള്ള 40 പേരുടെ ചെണ്ട അരങ്ങേറ്റം മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ശിഷ്യനായിട്ടുള്ള പയ്യന്നൂർ സുധിയാണ് ശിക്ഷണം നൽകിയിട്ടുള്ളത്. ലോകപ്രശസ്തനായിട്ടുള്ള കൽപ്പശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പയ്യന്നൂർ MLA TI മധുസൂദൻ അതിൽ പങ്കെടുക്കും. അതുപോലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ മുഴുവൻ പ്രതിനിധികളും അതിൽ പങ്കാളികളാകും. അതുപോലെ തന്നെ പ്രാദേശികമായ ഒരുപാട് കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള പരിപാടികളും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.